നമസ്തേ. ഞാൻ ശ്രീരേഖ, രേഖാമണി ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാനപ്പോൾ ഇന്നലെ ഒരു ഉലുവയുടെ ഹെയർ മാസ്ക് പറഞ്ഞിരുന്നല്ലോ, ഉലുവയും കടുകെണ്ണയും. അപ്പം അത് ഇന്ന് തേച്ചതാണ് കേട്ടോ. എണ്ണമെഴുക്കുണ്ടല്ലോ തലയിൽ, കണ്ടോ? അപ്പോൾ ഈ ഉലുവയും കൂടി തേക്കുന്നതുകൊണ്ട് ഓവറായിട്ട് എണ്ണ ഉണ്ടാവില്ല. ഉലുവയുടെ ആ ജെല്ല് ഉണ്ടാവുമല്ലോ, നമ്മൾ ജെല്ലും ഇതും കൂടിയാണല്ലോ ഞെരടി പിഴിഞ്ഞ് തേക്കുന്നത്. അപ്പം നമുക്ക് ഓവറായിട്ടുള്ള എണ്ണമെഴുക്കും തലയിൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവില്ല. ഇത് സൂപ്പറാണ് കേട്ടോ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എല്ലാവർക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്, പിന്നെ കൂടാതെ നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ മുടി വിടുത്താം. ഒരിക്കലും കോമ്പ് കൊണ്ട് മുടി വിടുത്തരുത് കേട്ടോ. വിരൽ കൊണ്ട് മുടി വിടുത്തിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കോമ്പ് കൊണ്ട് ഇങ്ങനെ ഈരി കൊടുക്കാം. കോമ്പ് ഉപയോഗിച്ച് നമ്മൾ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ ബലമായിട്ട് ഇങ്ങനെ നമുക്ക് സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ ഈരി കൊടുക്കാം. അപ്പം ഫോളിക്കിൾസൊക്കെ ഓപ്പൺ ആവും. അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആവും. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നല്ലോ. അതായത് ഇനിയിപ്പോൾ ഒന്നുകൂടി പറയാം പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതായത് നമ്മൾ ഒരു 5 മിനിറ്റ് രാവിലെയും 5 മിനിറ്റ് ഈവനിങ്ങും നമ്മൾ ചെയ്യാൻ പറഞ്ഞു. ഈ ഹെയർ കോമ്പിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊരു മസാജ് കൂടിയാണ്, ഹെയർ മസാജിന് പകരം കൂടിയാണ്. നമ്മൾ ഇങ്ങനെ ആദ്യം എടുത്തിട്ട് നമ്മൾ കോമ്പ് കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇടുക. അത് കഴിഞ്ഞ് മുടിയെല്ലാം നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഞാനത് അതിൻ്റെ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഈരുമ്പോൾ ഇവിടെ നിന്നേ ഇടുക, ഫ്രണ്ട് ഇടുക. ഇങ്ങനെ ഈരുമ്പോൾ രാവിലെ 5 മിനിറ്റ് ചെയ്യാം മസ്റ്റായിട്ട് കേട്ടോ. രാവിലെ 5 മിനിറ്റ് ചെയ്യുക, വൈകുന്നേരം 5 മിനിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നോട്. അപ്പം നല്ല മാറ്റം വരുന്നുണ്ട്. നമുക്ക് സ്കാൽപ്പൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും, ഫോളിക്കിൾസ് ഓപ്പൺ ആവും. പിന്നെ എന്തെങ്കിലും താരൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. മുടിക്ക് ഒരു എന്താ പറയുക, ഒരു മസാജാണ് തലയ്ക്ക് കേട്ടോ. അപ്പോൾ മുടി വളരും, നന്നായിട്ട് മുടി വളരും. ഇതെല്ലാം കഴിഞ്ഞ് ഈവനിങ്ങിൽ നമ്മൾ മുടി പിന്നിട്ട് കിടക്കുമ്പോൾ നേരം വെളുക്കുമ്പോൾ ജടയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈസി ആയിട്ട് കുളി കഴിഞ്ഞ് ഇതുപോലെ മുടി ജടയൊന്നും ഇല്ലാതെ കൊണ്ടു കിടക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ ഈ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ പറയുന്ന കുഞ്ഞു ടിപ്സ്, ഹെയർ കോമ്പിങ്, അതുപോലെ തന്നെ മുടി പിന്നിട്ട് കിടക്കാം, ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നമ്മൾ രാത്രിയല്ലേ മുടി പിന്നിട്ട് കിടക്കുന്നത്, അതിന് ഏജൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. എത്ര ഏജുള്ളവരും മുടി കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുടി ഒരു പ്രായം കഴിഞ്ഞാൽ വളരില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏത് പ്രായം വരെയും മുടി വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എത്ര പ്രായമാണെങ്കിലും ശരി, നമുക്ക് മുടി ഒരു ഭംഗിയാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ മുടി പിന്നിട്ട് കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഊരിപ്പോക്കോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ട്, നമ്മളിങ്ങനെ പിന്നിട്ട് കിടക്കുമ്പോൾ മുടി വളർന്നുകൊണ്ടേയിരിക്കും. അലസമായിട്ട് മുടി ഇടുമ്പോൾ തല്ലി മുടി പൊട്ടിപ്പോകും, സ്പ്ലിറ്റൻ്റ് ഉണ്ടാകും. പിന്നെ മുടിയിൽ മുഴുവനും പൊടികൾ ഉണ്ടാവും. ഇത് കെട്ടി ഭദ്രമായിട്ട് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു സെക്യൂരിറ്റി പോലെയാണ് മുടിക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം. മുടി പെട്ടെന്ന് വളരും. നിങ്ങളിങ്ങനെ പിന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ മുടി ജീവനുള്ളതാണ്. അതുകൊണ്ട് മുടി നമ്മൾ കെയർ ചെയ്യുമ്പോൾ മുടിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് മുടി ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചെടികളുടെ കാര്യം തന്നെ പറയുന്നില്ലേ, നമ്മൾ ചെടികളോട് സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം പുഷ്പങ്ങൾ ധാരാളം ഉണ്ടാവും. അതുപോലെ നല്ല പാട്ടുകളൊക്കെ കേൾപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പുഷ്പിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നല്ലോ, നെൽകൃഷിയുണ്ട്. ആ സമയത്ത് അമ്മായി പറയും ഇടയ്ക്കിടയ്ക്ക് ഓണർ വരണം. കാരണം എന്താ, അവരെ കാണുമ്പോൾ നെല്ലൊക്കെ നല്ല സന്തോഷത്തിലായിരിക്കും എന്ന്. അപ്പോൾ അത് കറക്റ്റാട്ടോ, ആ പറയുന്നത് വളരെയധികം കറക്റ്റാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളൊന്ന് ഒരാഴ്ച ഞാൻ പറയുന്ന പോലെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മുടി എപ്പോഴും നമ്മൾ വിരൽ വെച്ചിട്ടേ വിടുത്താവൂ. നമ്മൾ കോമ്പ് ചെയ്ത് വിടുത്തുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഈറൻ മുടി നമ്മൾ ഒരിക്കലും വീരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് അഴിച്ചിട്ട് പിന്നെ ചൂടുള്ള സംഭവങ്ങളൊന്നും തലയ്ക്ക് നല്ലതല്ല കേട്ടോ.
നമ്മൾ ഈ മുടി ഹെയർ ഡ്രൈ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ തലയ്ക്ക് ചൂട് കിട്ടും, മുടി പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്, ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളതൊന്നും നമ്മൾ ചെയ്യരുത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് മുടി കൈകൊണ്ട് വിടുത്താം. അതുപോലെ തന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് കോംപ് ചെയ്യുക. കോംപ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി പിന്നിട്ട് കിടക്കാം. പിറ്റേ ദിവസം നിങ്ങൾ നോക്കിക്കോളും, മുടി നല്ല ഭംഗിയിലിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുപോലെ ഇങ്ങനെ ഒരാഴ്ച നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൽ മാറ്റം ഉണ്ടാവും, മുടി വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഇന്നലെ ജെല്ല് കുതിർത്താൻ വെച്ചിട്ട് അത് തേച്ചല്ലോ, ആ ജെല്ല് തന്നെ നമുക്ക് വീണ്ടും ഇന്ന് ഒഴിച്ചു വെക്കാം വെള്ളം. അപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കണ്ടെന്ന് പറഞ്ഞല്ലോ, തലേ ദിവസമായ എണ്ണ മെഴുക്കുണ്ട് കണ്ടോ. അപ്പൊ ഇത് നാളെ ഞരടി പിഴിഞ്ഞെടുത്ത് നമുക്ക് തലയിൽ തേക്കാം. പിന്നെ അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ 3 ദിവസം. ഇത് കൂടുന്തോറും ഈ ഉലുവ വെള്ളത്തിലിട്ട് കൂടുന്തോറും ജെല്ല് കൂടിക്കൊണ്ടേ ഇരിക്കും അതിൽ നിന്ന്. അപ്പൊ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ ഈ 3-ാം ദിവസം നോക്കുമ്പോൾ ഈ തലമുടിയിലുള്ള ഓയിലൊക്കെ പോവും, മുടി സിൽക്കി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇത് വളരെ സൂപ്പർ പാക്കാണ് കേട്ടോ, നല്ല റിസൾട്ടാണ്. തല ചൊറിച്ചിലുള്ളവരൊക്കെ ഇത് തേച്ചോളൂ കേട്ടോ. പിന്നെ കൂടാതെ ചെമ്പരത്തി താളി തലയിൽ നമുക്ക് തേച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മളുടെ ലൈഫ് നമ്മളാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇന്നലെ ഞാൻ ഫോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് ഓരോരുത്തരുടെ അനുഭവമാണ് കേട്ടോ. ഓരോരുത്തർക്കും വരുന്ന പ്രശ്നങ്ങളാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2 വർഷം എനിക്ക് തോന്നുന്നു, ഒരു 2-3 വർഷമായിട്ടുണ്ടാവും, ഇതുപോലെ ഒരു ഡോക്ടർ ഫാമിലി ഒരു ഹോട്ടലിൽ നിന്ന് കറി കൂട്ടി കഴിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ ഫാമിലിയിലുള്ള എല്ലാവർക്കും പ്രശ്നമായി, ഫുഡിൻ്റെ അലർജി വന്നു, അവരൊക്കെ ഓക്കെയായി, ഡോക്ടർ മരിച്ചുപോയി. അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് കൂണിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം വരെ ഇതുപോലെ കേട്ടു, പരിചയമില്ലാത്ത കൂൺ കറി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ടിട്ടാണ് കെയർ ചെയ്യാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയും പറയാം. നമ്മൾ ഇപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ചു കൊണ്ടുവരും അല്ലേ, ഷവർമ്മ ഒരു പ്രശ്നമുണ്ട്, അത് വേവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് കുറച്ച് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഛർദിലെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഷവർമ്മ മേടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ, വളരെ ശ്രദ്ധിക്കുക. അത് നേരെ തിരിഞ്ഞ് വിഷം ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാംസങ്ങളൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുമ്പോൾ വളരെ കെയർ ചെയ്യണം, പ്രത്യേകിച്ച് ഈ മഴക്കാലം ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ മോശമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും അത് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ചിലവർക്ക് അറിയാതെയൊക്കെ ചെയ്യും, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ വളരെയധികം ഫുഡിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. കുറച്ച് കാര്യം മതി നമുക്ക് വലിയ പ്രശ്നമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് പിറ്റേ ദിവസം ഉപയോഗിക്കാതെ മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ പറയാൻ കാരണം ഇതുപോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ചിലവരത് ഡോൺ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഭക്ഷണം അതുപോലെ ശ്രദ്ധിക്കാം കേട്ടോ. അതുപോലെ ഈ ഷുഗർ ഉള്ളവർ ഡയറ്റ് നോക്കുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞല്ലോ, അപ്പോൾ അതും ശ്രദ്ധിക്കാം കേട്ടോ. വേണ്ട ആഹാരം ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാര്യങ്ങളും കാൽസ്യം ഒക്കെ ഉള്ളത് വേണം. അല്ലെങ്കിൽ നമുക്ക് കാൽവേദന കൈവേദനയൊക്കെ വരും, പ്രോട്ടീൻ കിട്ടാതെ വരാം, അങ്ങനെ നമുക്ക് മുടി പ്രശ്നമാവാം, മുടി കൊഴിച്ചിലുണ്ടാവാം. ചിലർക്ക് ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ, ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാവാന്ന് പറയുമ്പോൾ ഈ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യും. ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ അതിൽ വേണ്ട ഐറ്റംസ് ഒന്നും നമ്മൾ ഉൾപ്പെടുന്നില്ല. ഇപ്പോൾ അങ്ങനെയുള്ള ഷുഗർ പേഷ്യൻസിന് വെജിറ്റബിൾസും ഫ്രൂട്ട്സ്, പേരക്കയൊക്കെ പോലെയുള്ള പപ്പായയൊക്കെ നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ കഴിച്ചാൽ നമുക്ക് വിറ്റാമിൻ കാൽസ്യം ഒക്കെ നഷ്ടപ്പെടാതെ നമുക്ക്
കൊള്ളാൻ പറ്റും. അതേസമയം നമ്മൾ ഷുഗർ എന്ന് പറയും മരുന്നൊന്നും കഴിക്കുന്നുണ്ട്, ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ വേണ്ട സംഭവങ്ങൾ നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പേഷ്യൻ്റ് ആണെങ്കിൽ, ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് അത് കഴിക്കാൻ നോക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, മെഡിസിൻ എടുക്കുന്നവർ ഫുഡ് കഴിക്കാതെ ഇരിക്കരുത് കേട്ടോ. ചിലവർ രാവിലെ മെഡിസിൻ എടുക്കും, പക്ഷേ ഫുഡ് കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ ഉള്ള ഷുഗർ കൂടി ഡൗൺ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പലർക്കും പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഹൈ ഷുഗർ ഉള്ളവർ ലോ ഷുഗറായിട്ട് ബോധക്കേടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് കഴിക്കുന്നവരായിരിക്കണം കേട്ടോ. ഫുഡ് കഴിക്കാതെ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് ഓരോരുത്തരുടെ അനുഭവമാണ് കേട്ടോ. അപ്പോൾ ആ അനുഭവം നമ്മൾ ഒന്ന് പറഞ്ഞാലാണല്ലോ എല്ലാവർക്കും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഹെയർ കെയർ ടിപ്പിനോടുകൂടി ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്ന് ഞാൻ പറഞ്ഞു തരാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു തരാണ് കേട്ടോ. നിങ്ങളോടുള്ളൊക്കെ സ്നേഹക്കൂടുതലും ഉണ്ട്. എനിക്ക് ആർക്കും ഒരു ആപത്തും അപകടം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ വളരെയധികം കെയർ ചെയ്യുക കേട്ടോ. ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ആവണക്കെണ്ണ 5 ഡ്രോപ്സ് ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ അത് കുളിക്കുന്നതിന് മുമ്പ് തലോട്ടിലും എല്ലായിടവും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നല്ലതാണ്. അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മാസത്തിൽ 2 പ്രാവശ്യം ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ചിലർക്ക് സംശയമുണ്ട്, ആവണക്കെണ്ണ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ മാസത്തിൽ 2 പ്രാവശ്യം എന്ന് പറയാൻ കാരണം നമ്മൾ ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ഓരോ ടിപ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആവണക്കെണ്ണയൊക്കെ ബെസ്റ്റാണ് നമുക്ക് തലയിൽ തേക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കഞ്ഞിവെള്ളം കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും സൂപ്പറാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കഞ്ഞിവെള്ളം പ്ലസ് ആവണക്കെണ്ണ 5 ഡ്രോപ്സ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂട്ടി വേണമെങ്കിൽ കൊണ്ടുവരാം. അത് ഇതുപോലെ തലേ ദിവസം ഒഴിച്ചു വെക്കുക കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസം തന്നെ ആവണക്കെണ്ണ ഒഴിച്ചു വെക്കുക. പിറ്റേ ദിവസം നമ്മൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് തലയോട്ടിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തവർ, നീർക്കെട്ടൊന്നും ഇല്ലാത്തവരൊക്കെ അരമണിക്കൂർ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് മുടി വാഷ് ചെയ്ത് കളയാം. അതേസമയം നീർക്കെട്ടൊക്കെ ഉള്ളവർ ആ കുളിക്കാൻ നേരത്ത് നമ്മൾ അതോടുകൂടി കൊണ്ടുപോകാം. കഞ്ഞിവെള്ളം, ഈ ആവണക്കെണ്ണ ഒഴിച്ചു വെച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് കുളിക്കുന്ന സമയത്ത് തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ദേഹം കഴുകി കുളിക്കാമല്ലോ. ദേഹം മേല് കഴുകി കഴിഞ്ഞിട്ട് ഇത് തല കഴുകി കളയാം. അപ്പം അത്ര നേരം നിൽക്കുമല്ലോ തലയിൽ. അപ്പോൾ അത് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഞാനത് ഇടയ്ക്ക് ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് പിന്നെയും കാണിക്കാത്തത്. അപ്പോൾ പിന്നെ കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസം തന്നെ ആവണക്കെണ്ണ ഒഴിച്ച് വയ്ക്കാം. അത് ഇതുപോലെ നിങ്ങൾക്ക് തേക്കാം. ഞായറാഴ്ചകളിലോ എപ്പോൾ വേണമെങ്കിലും തേക്കാം. സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് തേക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ടിപ്സിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇതൊക്കെ മുടി വളരാനൊക്കെ നല്ലതാണ്. മുടിക്ക് നല്ല കരുത്തും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സിനെയും ചോദിച്ചോളൂ, പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഒരിക്കലും ഒരു മടി കാണിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാം. അപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.